കറ്റാർവാഴ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതായത് നല്ല പൊരിഞ്ഞ മഴയാണ്. അപ്പം മഴയത്ത് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കറ്റാർവാഴ ആണെങ്കിൽ നന്നായിട്ട് വീട്ടിലുണ്ടായിട്ടുമുണ്ട്. അപ്പോൾ മഴ ഒന്നും നോക്കിയില്ല, കുട കണ്ടെടുത്ത് ഞാനവിടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും മഴയൊക്കെ മാറിയിട്ട് പോരെ കറ്റാർവാഴയുടെ ജെല്ല് അതോ കറ്റാർവാഴ ഒക്കെ മുറിക്കാൻ പോക്ക് എന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. അതൊന്നും നോക്കിയില്ല, മഴ ഒന്നും നോക്കിയില്ല. കുട എടുത്തിട്ട് ഞാനിപ്പോൾ കറ്റാർവാഴ മുറിച്ചിട്ട് ഞാൻ തന്നെ പോയി, ഞാൻ തന്നെ മുറിച്ചു. കാരണം മഴ ആയ കാരണം ആരെ വിളിച്ചിട്ടും വന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ഒരു കയ്യിൽ കുടയും ഒരു കൈ കൊണ്ട് കറ്റാർവാഴയും മുറിച്ചെടുത്ത്. എന്നിട്ട് ഒന്ന് മുറിക്കും ഒന്നട വെക്കും. അല്ലാണ്ട് ആരും കൂട്ടിനാരും വന്നൊന്നുമില്ല, മഴ അല്ല, എല്ലാവർക്കും പുറത്തിറങ്ങാൻ വേണ്ടി. അപ്പോൾ ഞാൻ തന്നെ കത്തിയൊക്കെ എടുത്ത് പോയി, ഞാൻ തന്നെ മുറിച്ച് വന്ന്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എങ്ങനെ എടുക്കണമെന്നുള്ളത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് കൊണ്ട് എന്താണ് ഉപയോഗം എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. 2-3 പൊട്ടിച്ചുള്ളൂ, കൂടുതൽ പൊട്ടിക്കാൻ നിന്നില്ല. മഴ നന്നായി പെയ്തപ്പോഴത്തേന്. അപ്പോൾ കുറച്ച് പൊട്ടിച്ചിട്ട് ഞാൻ പിന്നെ കൊണ്ട് ബാക്കി പൊട്ടിക്കാണ്ട് ഞാൻ പോകുന്നു. കയ്യിൻ്റെ മുകളിലും മുള്ളും ഒക്കെ കുത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, കൂടുതലായിട്ട് പൊട്ടിക്കാനൊന്നും നിന്നില്ല. പൊട്ടിക്കുന്ന സമയത്ത് നല്ല മഴ ഒന്നും ഉണ്ടാകുന്നില്ല, കുറേശ്ശെ മഴ പെയ്തെന്നുള്ളൂ. പൊട്ടിച്ച് തുടങ്ങിയപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ ഞാൻ കിട്ടിയതും കൊണ്ട് ഞാൻ വേഗം പോന്ന്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കുടക്കട ഒരു ഭാഗത്ത് വെച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിലൊരു മഞ്ഞ കളർ ഉണ്ട്. അത് പോകുന്ന വരെ ഒരു അരമണിക്കൂറൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെള്ളത്തിലിട്ട് വെച്ചൊന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. അത് വെള്ളത്തിലിട്ട് വെച്ച് നന്നായി വാഷ് ചെയ്ത് എടുത്തതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ 2 ഭാഗത്ത് വരുന്ന മുള്ളുണ്ടല്ലോ അത് കംപ്ലീറ്റും കളയുക. എന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചാണ് എടുത്തുള്ളൂ. ആ കുറച്ചെടുത്തത് തന്നെ നല്ല മഴ പെയ്തപ്പോൾ പിന്നെ കൂടുതൽ പൊട്ടിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ കുറച്ചെടുത്തുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാത്രം എക്സ്ട്രാക്റ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒരുപാട് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കിട്ടും. ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മളതിൻ്റെ തോലൊന്നും കളയണ്ട. അതിങ്ങനെ കറ്റാർവാഴ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് നമ്മൾ അടി കട്ടിയുള്ള വേറൊരു പാത്രം നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ അതിന് ചുറ്റും നമ്മൾ DM വാട്ടറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതായത് സാധാ പച്ച വെള്ളമല്ല, നമ്മൾ DM വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളം കിട്ടും. ആ വെള്ളം നമ്മളൊരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് നമ്മൾ ഇതിന് ചുറ്റും ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് ഈ പാത്രത്തിലുള്ള ഈ കറ്റാർവാഴയുടെ നമ്മൾ മുറിച്ചിട്ടുള്ള പീസിൽ അത് മുങ്ങിക്കെടുക്കാവുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ ഈ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പരന്ന പാത്രം കൊണ്ട് നമ്മൾ മൂടി വെച്ചിട്ട് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായി തിളപ്പിക്കുക. എന്നിട്ട് ആ മൂടിയുടെ മീതെ നമ്മൾ എന്ത് ചെയ്ത് 2 ഐസിൻ്റെ കട്ട ആ മൂടിയുടെ മേലെ വെക്കുക. ഐസ് വെള്ളമാവുന്ന വരെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഐസ് കംപ്ലീറ്റ് വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് മാത്രം എക്സ്ട്രാക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം അത് കിട്ടാനുള്ള കാരണം അതിന് മാത്രമുള്ള കറ്റാർവാഴയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇപ്പോൾ ഈ എക്സ്ട്രാക്റ്റ് കൊണ്ട് ഇപ്പം നമുക്ക് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത്. അതായത് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ സോപ്പ് ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് ഈ എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ട്രാൻസ്പാരൻറ്റ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ, ട്രാൻസ്പാരൻറ്റ് ജെല്ല്, അതൊക്കെ ഉണ്ടാക്കാനും നമ്മൾ ഈ എക്സ്ട്രാക്റ്റർ ഉപയോഗിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുക? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.